ഹലോ ഗൈസ്, അൻസാറാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നടത്തിയ ഊട്ടി ട്രിപ്പിന്റെ മാസ്മരികമായ കഥയാണ്. ട്രിപ്പിൽ പല ഏജിലുള്ള ആൾക്കാരുണ്ടെങ്കിലും പക്ഷെ ബസ് കയറിയപ്പോ മുതൽ എല്ലാവർക്കും 25 വയസ്സിന്റെ മൂടെ. പിന്നെ അവിടെ ഇറങ്ങിയേറിയത് പല ജാതി ജിഞ്ചിനാക്കടി സ്റ്റെപ്പുകളായിരുന്നു. നയൻറ്റീസും 80s ഒക്കെ തന്ത വൈബാണെന്ന് പറയുന്നവർക്ക് മുന്നിൽ സമർപ്പിക്കണം ഈ ട്രിപ്പ്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ബസ് കയറി കലാപരിപാടികൾ ആരംഭിച്ചു. ഉറങ്ങാനായിട്ട് ട്രിപ്പ് പോരുന്ന ഒരു ചങ്ക് നിങ്ങൾക്ക് ഉണ്ടാവൂലേ? ഒന്ന് മനസ്സിലാക്കിക്കോളി. നമ്മൾ എവിടെ ക്യാമറ പൊന്തിക്കണോ അവിടെ തല പൊന്തിക്കണ വേറൊരു ചങ്ക് ഉണ്ടാവും. ഓനി ഒന്ന് മനസ്സിലാക്കി. വിശപ്പിന്റെ വിളി വല്ലാതായപ്പോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്. അപ്പോഴാണ് നമ്മളെ ചങ്ക് ബ്രോസ് വന്നത്. ഓലെ കണ്ട എങ്ങനെ ഫുഡ് കൊടുക്കാതിരിക്കാൻ തോന്നുന്നു. അങ്ങനെ വയറൊക്കെ നിറഞ്ഞു. ഞങ്ങൾ ഉണ്ടാക്കി വേസ്റ്റ് അവിടെ തന്നെ ഇട്ട് കത്തിച്ചേക്കണം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയത് ബോട്ട് ചട്ടിയിൽ. ഇവിടുന്ന് 100 രൂപ പറഞ്ഞ ഗ്ലാസ് പേശി 70 രൂപക്ക് അതും വെച്ച് അന്തസ്സായി നിന്ന് ചായ കുടിക്കുന്നതാണ് എന്റെ ജിമ്മിലെ ആശ. ബോട്ട് ചട്ടിൽ പോണിനേക്കാൾ രസം എനിക്ക് തോന്നി ഓരോ കടകളിലും കയറി ഇറങ്ങി വില ചോദിച്ച് നടക്കാനാണ്. എന്തിനപ്പ ട്രിപ്പ് വന്നെന്ന് ഒരു പുടുത്തം കിട്ടാതെ നിൽക്കുകയാണ് നാസറാക്ക. അടുത്ത ഫുഡ് കഴിക്കാനുള്ള ഡിസ്കസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ബൊട്ടാണിക്കൽ ഗാർഡന്റെ പാർക്കിംഗിൽ ഇരുന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഈ ഒരു സീൻ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഉറുമ്പുകൾ അരിമണി കൊണ്ടുപോകും. എന്തായാലും നമ്മൾ ദമ്മണ്ട് പൊട്ടിച്ചു. ചോറ് കുത്തിയൊടക്കൽ എക്സ്പേർട്ടായ ഹക്കീമും അച്ചാർ വിളമ്പലിൽ PhD എടുത്ത സഫീറും ചോറ് വിളമ്പലിൽ സ്പെഷ്യലൈസ് ചെയ്ത നൗഷാദൊക്കെയാണ് ഫുഡ് കൈകാര്യം ചെയ്യുന്നത്. ഭക്ഷണം കിട്ടിയപ്പോ എന്താ ഡിസിപ്ലിൻ. പണ്ട് അസംബ്ലിക്ക് പോലും ഉത്തരം ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് കരിമ്പ് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പൊ പിന്നെ ട്രിപ്പ് വന്നാണെന്നൊക്കെ എല്ലാവരും മറന്നു. വേറൊരു മൂലൊക്കെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോസിംഗ് നടക്കും. പിന്നെ ഞങ്ങൾ നേരെ പോയത് മൊട്ടക്കുന്നിലേക്ക്. അപ്പൊ നമ്മളെ ജലീല് നാട്ടിലൊന്നും കിട്ടാത്തൊരു സാധനം കുട്ടിയൊക്കെ വാങ്ങി. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് ഓരോരുത്തർ. എന്നാ പിന്നെ ഒരു സെൽഫി വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോഴോ 12 ആളും 12 സൈഡിക്കാ തിരിഞ്ഞിരിക്കണത്. പിന്നെ എല്ലാരും താഴേക്ക് ഇറങ്ങി പോകണം. ഞാനൊന്ന് ഇറങ്ങി പോയി നോക്കി. അവിടെ ചെന്നപ്പോഴോ വീണ്ടും ആറ്റിറ്റ്യൂഡ്. പിന്നെ ഞങ്ങൾ മൊട്ടക്കുന്ന് താഴേക്ക് ഇറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ചു. ഞങ്ങളെ മടക്കയാത്ര ആരംഭിച്ചു. നാട്ടിലെത്തിയപ്പോ ഒരു 1:30-2 മണി ആയിക്കണ്. ഫുഡ് കഴിക്കാൻ നമ്മളെ റഷീദാക്കാന്റെ ചിക്കാഗോയിലേക്കാണ് പോയത്. മയോണീസ് കണ്ട ഇതേപോലെ നക്കി തിന്നണ നിങ്ങളെ നക്കിയായ ഫ്രണ്ടിന് ഇതൊന്നാണ്ട് അയച്ചു കൊടുത്താണ്. അങ്ങനെ ചിക്കാഗോത്തെ ഫുഡ് കഴിഞ്ഞ് ഞങ്ങളെ ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്തു.